സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 171 വചനത്തിൻ്റെ തുടക്കഭാഗമാണ് മനസ്സിലാക്കുകയുണ്ടായത്. വമസലുല്ലദീന കഫറു കമസലില്ലദീ യൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ എന്ന ഭാഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളെ ഉപമിച്ചത് ഇടയന്മാരുടെ വിളിയും തെളിയുമല്ലാതെ വിളിക്കുന്നതിൻ്റെയും തെളിക്കുന്നതിൻ്റെയും അർത്ഥമോ ആശയമോ ഗ്രഹിക്കാൻ അവസരമില്ലാത്ത, അതിനാവാത്ത ജന്തുക്കളോടും മിണ്ടാപ്രാണികളോടുമാണ്. അതാണ് ഈ ഉപമയിൽ പ്രധാനമായും ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നും ഇത്തരം അവിശ്വാസികളെ ചിത്രീകരിക്കുകയാണ്. അവരുടെ നിലപാട് എത്രമേൽ മോശമാണ്, ഹീനമാണ് എന്നത് ഉറപ്പിക്കുവാനും അവരെ അറിയിക്കുവാനും. അല്ലാഹു പറയുന്നു, സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യഅഖിലൂൻ. സുമ്മുൻ അവർ ബധിരരാണ്, ബുക്മുൻ അവർ മൂകരും ഊമകളുമാണ്, ഉമ്യുൻ അവർ അന്ധരുമാണ്, ഫഹും ലാ യഅഖിലൂൻ അതിനാൽ തന്നെ അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല, ഗ്രഹിച്ച് ഉൾക്കൊള്ളുന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അവിശ്വാസികളെ ഇങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ നമുക്ക് കുറേ വിഷയങ്ങളും അവിടെ ഉൾക്കൊള്ളാനുണ്ട്, പഠിക്കാനുമുണ്ട്. സുമ്മുൻ എന്നത് അസം എന്നതിൻ്റെ ബഹുവചനമാണ്. അസം ബദിരൻ, സുമ്മുൻ ബദിരന്മാർ. ബുക്മുൻ അബിക്കം എന്നതിൻ്റെ ബഹുവചനമാണ്, ഊമകൾ എന്ന അർത്ഥത്തിൽ. ഉമ്യുൻ അഅമ എന്നതിൻ്റെ ബഹുവചനമാണ്. അഅമ അന്ധനാണ്, ഉമ്യുൻ അന്ധന്മാർ. ഈ പ്രയോഗങ്ങൾ നമുക്ക് ഇതിനു മുമ്പ് വന്നതാണ്. സൂറത്തുൽ ബഖറയിൽ നമ്മൾ 17-18 വചനങ്ങൾ മുമ്പ് പഠിച്ചപ്പോൾ ഈ പദങ്ങൾ അവിടെ ഇപ്രകാരം തന്നെ വന്നിട്ടുണ്ട്. സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ എന്നാണ് അവിടെ പ്രയോഗമുള്ളത്. കപട വിശ്വാസികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമ പറഞ്ഞപ്പോൾ മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറ ഫലമ്മാ അദാഅത് മാ ഹൗലഹു ദഹബ അല്ലാഹു ബിനൂരിഹിം വതറകഹും ഫീ ളുലുമാതിൻ ലാ യുബ്സിറൂൻ സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. സൂറത്തുൽ ബഖറയിലെ 17-18 വചനങ്ങൾ. ഈ പദങ്ങളുടെ പ്രത്യേകതകൾ അവിടെ നമ്മൾ പഠിച്ചു പോയതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ പദപ്രയോഗങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ച ആളുകൾ യഥാർത്ഥ ബധിരരോ ഊമകളോ അന്ധന്മാരോ അല്ല. പ്രത്യുത അവരുടെ ബധിരതയും മൂകതയും അന്ധതയും സത്യത്തിലേക്കും ധർമ്മത്തിലേക്കുമുള്ള വിളിയും ക്ഷണവുമുണ്ടാകുമ്പോൾ സത്യപ്രബോധനം കേൾക്കുന്നതിനെ തൊട്ടുള്ള ബധിരതയാണ്. സത്യപ്രബോധകന് ഉത്തരം നൽകുന്നതിനെ തൊട്ട് അവരുടെ മൗനമാണ്. സത്യത്തിൻ്റെ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും കണ്ണിൽ തെളിഞ്ഞിട്ടും കണ്ടു മടുത്തിട്ടും കാണാത്തതുപോലെയുള്ള അവരുടെ വർത്തനമാണ്. സത്യം കേൾക്കാനോ സത്യം പറയാനോ സത്യമാർഗം മുന്നിൽ തെളിഞ്ഞിട്ട് ആ വഴി കണ്ടെത്താനോ ശ്രമിക്കാതെ വർത്തിക്കുന്നതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവേദനക്ഷമത, കാഴ്ചയും കേൾവിയും അതേപോലെ സംസാര ശേഷിയും ഇവർക്കില്ലെന്ന് വിധിക്കുകയാണ് ഈ പ്രയോഗത്തിലൂടെ. കേൾവിയും കാഴ്ചയും കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ അടിസ്ഥാനമായ അവയവങ്ങളാണ്, കഴിവുകളാണ്. അത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്തരക്കാർ എന്ത് ഗ്രഹിക്കാനാണ്, എന്ത് ഉൾക്കൊള്ളുവാനാണ്? അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. അതിൽ മക്കക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ദൃഷ്ടാന്തം തങ്ങൾക്ക് കാണിക്കുവാൻ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹം പറയുന്നത്. ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ച ദൃഷ്ടാന്തം ചന്ദ്രനെയായിരുന്നു. ചന്ദ്രനെ രണ്ടാക്കി പിളർത്തിയാണ് കാണിച്ചത്. ഫഅറാഹുമുൽ ഖമറ ശിഖ്ഖതൈനി ഹത്താ റഅൗ ഹിറാ ബൈനഹുമ എന്നാണ്. ഖമറിനെ, ചന്ദ്രനെ രണ്ടാക്കി പിളർത്തി കാണിച്ചു. ആ പിളർപ്പുകൾക്കിടയിൽ ഹിറ എന്ന് പറഞ്ഞാൽ ജബലു ഹിറ, ഹിറ ഗുഹയുള്ള അന്നൂർ പർവ്വതം അവർ കണ്ടു എന്നാണ്. അവർ ദൃഷ്ടാന്തം ചോദിച്ച് വാങ്ങിച്ചവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനാൽ അവരോട് പറഞ്ഞു, ഇഷ്ഹദു ഇഷ്ഹദു, നിങ്ങൾ ദർശിക്കൂ, നിങ്ങൾ സാക്ഷികളാകൂ എന്ന്. അങ്ങനെ ഫാറാഹും ഇൻഷിഖാഖൽ ഖമർ ബിമക്ക മർറതൈൻ, ചന്ദ്രനെ പിളർത്തിയുള്ള ഈ ദൃഷ്ടാന്തം മക്കയിൽ വെച്ച് 2 തവണ അവർക്ക് കാണിക്കുകയുണ്ടായി എന്നാണ്.
പക്ഷേ എന്താണ് ഈ ദൃഷ്ടാന്തം ചോദിച്ച മക്കാർ ദൃഷ്ടാന്തം കണ്ടിട്ടും പ്രതികരിച്ചത്? സഹറന മുഹമ്മദുൻ, മുഹമ്മദ് ഞങ്ങളെ മാസ്മരിക വലയത്തിൽ അകപ്പെടുത്തി എന്നാണ്, ഞങ്ങൾക്ക് സിഹർ ചെയ്തു എന്നാണ്. ആ വിഷയത്തിലാണ് ഇഖ്തറബത്തി സ്സാഅതു വൻശഖൽ ഖമർ വഇൻ യറൗ ആയതൻ യുഅ്രിദു വയഖൂലു സിഹ്റുൻ മുസ്തമിർ എന്ന് തുടങ്ങിയുള്ള വചനങ്ങൾ അവതീർണമായത്. ലഇൻ കാന സഹറന ഫമാ യസ്തതിഉ അൻ യസ്ഹറൻ നാസ കുല്ലഹും എന്നൊക്കെ അവർ കളിയാക്കി പറഞ്ഞു എന്നാണ്. ഞങ്ങളെ മാസ്മരിക വലയത്തിൽ അകപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും മുഴുവൻ ജനങ്ങളെയും ഇങ്ങനെ സിഹിറിൽ അകപ്പെടുത്താൻ മുഹമ്മദിനാവുകയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവർ പറഞ്ഞു എന്നൊക്കെയാണ്. ഞാനിത് ഉദ്ധരിച്ചത് സത്യം കേട്ടാൽ അത് കേൾക്കാനാവാത്ത, സത്യം കണ്ടാൽ അത് കാണാനാവാത്ത, തങ്ങൾ കണ്ടതും കേട്ടതുമായ സത്യത്തെ സത്യമായി പ്രഖ്യാപിക്കാൻ തുനിയാത്ത, കഴിയാത്ത അവസ്ഥയാണ് അവിശ്വാസികളുടേത് എന്ന് മനസ്സിലാക്കാനാണ്. നോക്കൂ നിങ്ങളിവിടെ, അവർ ചോദിച്ചു അന്വേഷിച്ച് കാണിക്കപ്പെട്ട ദൃഷ്ടാന്തം, അതിനു മുന്നിൽ അവർ ബധിരരായി, മൂകരും ഊമകളുമായി, അന്ധരുമായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളെ ഇപ്രകാരം വിശേഷിപ്പിച്ചത്.